സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ കയറി വെറും 7 ദിവസമാകുമ്പോൾ റെക്കോർഡിട്ട ആദ്യ ഭരണ നേട്ടങ്ങളാണ് കരസ്ഥമാക്കുന്നത്. ഇടതുപക്ഷ അംഗങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള PSC കമ്മീഷനിൽ നിന്ന് പോലും സതീശൻ സർക്കാരിന് ഇത്ര പെട്ടെന്ന് അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കാനും വിജയക്കൊടി പാറിക്കാനും സാധിക്കുമെന്ന് രാഷ്ട്രീയ കേരളം കരുതിയതല്ല. എന്നാൽ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലെടുത്ത നിർണായക തീരുമാനം ഇതാ ഇപ്പോൾ PSC ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു. UDF സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലെ ശുപാർശ അതേപടി അംഗീകരിച്ചുകൊണ്ട് 289 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSC യോഗം തീരുമാനിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ LDF കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കാരണം പല വകുപ്പുകളിലും നിയമന നടപടികൾ തടസ്സപ്പെടുകയും ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വൈകുകയും ചെയ്തിരുന്നു. മെയ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി തീരേണ്ടിയിരുന്ന ലിസ്റ്റുകൾക്കാണ് ഈ വലിയ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതുവഴി 30,000-ന് മുകളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 30,845 ഉദ്യോഗാർത്ഥികൾക്കാണ് താൽക്കാലികമായി വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റുമാർ, ഫിഷറീസ് അസിസ്റ്റന്റ്, സപ്ലൈകോ അസിസ്റ്റന്റ്, സെയിൽസ്മാൻ തുടങ്ങിയ നിരവധി സുപ്രധാന റാങ്ക് ലിസ്റ്റുകളാണ് ഈ നീട്ടലിലൂടെ റദ്ദാക്കാതെ രക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കാരണം വന്ന അഡ്മിനിസ്ട്രേറ്റീവ് വൈകല്യങ്ങൾ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കാതെ അവർക്ക് അർഹമായ സമയം നീട്ടി നൽകാൻ കാണിച്ച ആർജവം സതീശൻ സർക്കാരിന്റെ വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയിടം തുരുത്ത് ഭൂമി വിവാദത്തിലും എറണാകുളത്തു നിന്നുള്ള മന്ത്രി റോജി എം ജോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു ജനകീയ ഇടപെടലാണ് UDF സർക്കാർ നടത്തിയിരിക്കുന്നത്. മുൻപ് ഒരു സ്വകാര്യ ഭൂമി തർക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുടെ പേരിൽ പിണറായി വിജയൻ സർക്കാർ കൈയൊഴിഞ്ഞ ഒരു വിഷയമായിരുന്നു ഇത്. മുൻപ് 14ഓളം തവണ അവിടെ കുടിയൊഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നപ്പോഴും പാവപ്പെട്ട ദളിത് കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ യാതൊരു നടപടിയും പിണറായിയോ കൂട്ടരോ എടുത്തിരുന്നില്ല. അന്നൊന്നും അനങ്ങാതിരുന്നവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഭരണപക്ഷത്തിന് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ അവിടെ വന്ന് സമരപന്തലിൽ ഇരിക്കുന്നത്. മുൻ വ്യവസായ മന്ത്രിയായ P രാജീവിനോ ഇടതുപക്ഷ നേതാക്കൾക്കോ ഈ പഴയ ചരിത്രമൊന്നും ഇപ്പോൾ ഓർമ്മയുണ്ടാകില്ല. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നാടകങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് VD സതീശനും മന്ത്രിസഭയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടത്. പാവപ്പെട്ട 7 ദളിത് കുടുംബങ്ങളെ പോലീസ് സന്നാഹത്തോടെ ഇറക്കിവിടാൻ നോക്കിയ 15ാമത്തെ കുടിയൊഴിപ്പിക്കൽ ശ്രമം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിലൂടെ ഉടൻ തന്നെ തടയുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത മന്ത്രി റോജി എം ജോൺ ഈ കുടുംബങ്ങളുടെ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് ജനറലിന് കൃത്യമായ നിർദ്ദേശം നൽകി സർക്കാർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് താമസക്കാർക്ക് വേണ്ടി നിയമപരമായ സാവകാശം തേടുകയാണ്. ഇനി കോടതി വിധി എന്ത് തന്നെയായാലും മലയിടം തുരുത്തിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി പൂർണ്ണമായി പുനരധിവസിപ്പിക്കണമെന്നും പാവപ്പെട്ട ആരും വഴിയാധാരമാവില്ലെന്നും UDF സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവനെ തെരുവാധാരമാക്കില്ലെന്ന ഈ വലിയ പ്രഖ്യാപനവും മനുഷ്യത്വപരമായ തീരുമാനവും PSC നിയമനത്തിലെ കാലാവധി നീട്ടുന്നതോടൊപ്പം ഈ UDF സർക്കാരിന്റെ റെക്കോർഡ് വേഗതയിലുള്ള മറ്റൊരു വലിയ വിജയം തന്നെയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം നൽകി. രണ്ടാമത്തെ കാര്യം, നിയമസഭയിലെ ചീഫ് വിപ്പായി CA അബു ജോൺ ജോസഫിനെ നിയമിക്കാനുള്ള തീരുമാനമായി. അതുപോലെ നേരത്തെ AGയുടെയും ഒരു അഡീഷണൽ AGയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റിനെ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ യോഗം തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് KC വിൻസെൻറ്റ്, നമുക്കറിയാം, വയോജന വകുപ്പിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നേരത്തെ മന്ത്രിസഭാ യോഗം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെല്ലാം സബ്ജക്റ്റാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പുതിയ വകുപ്പിൻ്റെ കീഴിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുത്തു. അത് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ നിന്നാണ് പുതിയ കാര്യങ്ങൾ, പുതിയ വിഷയങ്ങൾ ഈ വകുപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചിരുന്ന T അസഫ് അലിക്ക് ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയായും കേരള സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ 2 അഡീഷണൽ ഇതുകൂടിയുണ്ട്. സാധാരണ DGP ആണ് ആ ചുമതല വഹിക്കുന്നത്.
പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം അനൗദ്യോഗികമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഈ തീരുമാനങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടൊരു അവധി ദിവസങ്ങളായതുകൊണ്ടാണ് വളരെ മുൻപ് ക്യാബിനറ്റ് കൂടി ഗവർണർക്കുള്ള പ്രസംഗത്തിൻ്റെ അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്യാബിനറ്റായിട്ടാണ് ഇന്ന് ചേർന്നത്. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആണ് നമുക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾ ധനകാര്യ വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. നികുതി വരുമാനം എത്രയാണ് ഉണ്ടാകുന്നത്, സാധാരണക്കാരന് എത്ര രൂപയാണ് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കൂട്ടലിലും. പക്ഷേ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ അതിനൊരു തീരുമാനം, അവസാന തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീരുമാനം എല്ലാ ദിവസവും ഇതുപോലെ ഓരോ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പരിശോധനയിലാണ് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJP-ക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലയിൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ ഒരു സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും.